ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഇന്നു മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഇതൊക്കെ ഒന്ന് തുടയ്ക്കാം. വേണം. ആരെങ്കിലും കണ്ട നാണക്കേടാവും. ഞങ്ങൾ ഇന്ന കൊച്ചുകുട്ടികളാണോ? നിങ്ങളൊന്ന് ഇവനോട് പറ. നീ വേണമെങ്കിൽ മമ്മിയെ ഊഞ്ഞാലാട്ടിക്കോ, എന്നെ വിട്ടേക്ക്. പറ്റില്ല, രണ്ടുപേരും വേണം. ഓണക്കാലത്ത് ഊഞ്ഞാലാടനെ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടുപേരും കയറി ഇരിക്കെ. ഞാനൊരു മലയാളി, എന്നും മണ്ണിൻ കൂട്ടാളി, എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടൊരു സ്വർഗം തീർക്കും ഞാൻ. ആരെങ്കിലും കണ്ട എന്താ വിചാരിക്ക? അതൊന്നും സാറ് ആലോചിക്കണ്ട. ഓണക്കാലം എന്ന് പറഞ്ഞാ സന്തോഷക്കാലം എന്ന അർത്ഥം. ഊഞ്ഞാലാടിയാ മാത്രം പോരാ, തെക്കേ വയലിൽ പോയി കാക്കപ്പൂ പറിക്കുകയും കാണിത്തോട്ടി പോയി മുങ്ങാങ്കുഴി ഇടുകയൊക്കെ വേണം. പോയാലോ? തോട്ടി മുങ്ങാൻ പോവാനോ? നിങ്ങളങ്ങ് പോയാ മതി, ഞാനുമില്ല. ഒത്തിരി ഒത്തിരി മോഹം, മുത്തശ്ശി കഥ കേട്ടുറങ്ങാ. എനിക്ക് വീടുമതി, നാടിൻ നന്മമതി. മതി പാർവതി, ഞങ്ങളൊക്കെ വയസ്സായവരല്ലേ. ഊഞ്ഞാലിരിക്കേണ്ടത് കുട്ടികളാ. ഇനി നിങ്ങളാട്. ഇനി കൈലാഷ് സാർ ഇരിക്കും. ഞാനോ? ഇരിക്കും കൈലാഷ് സാർ. ഇരിക്കും സാർ. അങ്ങോട്ട് ഇരിക്കണം സാർ. ഞാനാട്ടാ. മോളും കൂടി ഇരിക്കും. പാർവതി വാ ഇരിക്കും. അയ്യോ സാർ, ഞാൻ സാരമില്ല പാറു. കൈലാസ് സാറിന് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. പാറുവിന് അറിയില്ലേ? ഇരിക്ക്. ഒത്തിരി ഒത്തിരി ഇഷ്ടം, ഇന്നും മുറ്റത്തെ കളിയൂഞ്ഞാലാടാ. ഒത്തിരി ഒത്തിരി ഇഷ്ടം, മുറ്റത്തെ കളിയൂഞ്ഞാലാടാൻ. ഓർക്കാൻ കനവുമതി, കൂട്ടായ അമ്മ മതി. പണ്ടത്തെ പോലെന്നും ഞാനും ഇനി നിറവാർന്ന. കുറച്ചു സമയമല്ലേ ഞാൻ ആടുന്നു. ഇനി ഫ്രീ ആയിരിക്കും. അയ്യോ ഞാനോ? വേണ്ട സാർ, ഇനി സൗസോ ഇരിക്കട്ടെ. ഓണക്കാലം സന്തോഷകാലാണെന്ന് പ്രിയൻചേട്ടൻ തന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ പ്രിയൻചേട്ടന് ഊഞ്ഞാലാടണം. ഇരിക്കടാ, ഇങ്ങോട്ട് വാടാ. പ്രണയത്തിൻ ബലമായി പനി നീർമലരായി നിറയൂ. നീർമണിയായി വന്നു തിരും അനുരാഗക്കുളിരേ, ഈരാവിനൊരാലിംഗനമേകൂ. ആകാശം ചുരിയും നിറതാരങ്ങളുമായി ഓരോ വെണ്ണീകം പോരേനി. ഓർമ്മപ്പുഴ നീന്തി മാറിൽ കുളിരേന്തി നീ മൗനം പാടി. ഹൃദയത്തിൻ നിറമായി പ്രണയത്തിൻ ബലമായി പനി നീർമലരായി നിറയൂ. പണ്ടത്തെ ഓണക്കാലം ഓർമ്മ വന്ന പോലെ. ഞാൻ എന്റെ വിഷമമൊക്കെ ഒന്ന് നിന്റെ ഡാഡിയോട് വെറുതെ പറഞ്ഞതാ. ഡാഡി ഇതൊക്കെ എത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? മമ്മി എൻജോയ് ചെയ്തോ? എൻജോയ് ചെയ്തോന്നോ? ശരിക്കും എൻജോയ് ചെയ്തു. നീ എന്റെ മോനായതുകൊണ്ട് ഞാൻ നന്ദിയൊന്നും പറയുന്നില്ല. അല്ലെങ്കിലും എന്നോടല്ല നന്ദി പറയേണ്ടത്. ഈ ഐഡിയ എന്റെ അല്ല,
ദാ ഈ പാർവതിയുടെ എന്നോട് പറയാൻ വെച്ച നന്ദി പാർവതിയോട് പറഞ്ഞു. പാർവതിയോടും ഈ ഒരു ദിവസം എനിക്ക് വേണ്ടി മാറ്റിവെച്ച നിങ്ങൾ എല്ലാരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഒരു ഐറ്റം കൂടിയുണ്ട്, സ്പെഷ്യൽ ഐറ്റം. ഓണസദ്യ പാർവതിയുടെ മേൽനോട്ടത്തില. അത് കഴിച്ചാ മമ്മി ഉറപ്പായും പാർവതിയുടെ ഫാനായി മാറും.